എന്റെ ഉപ്പ നരകത്തിലാണെങ്കിൽ എന്റെ ഉമ്മ നരകത്തിൽ, അതിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. അല്ല ആ പണി നോക്കാൻ അല്ല നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. തിൽക്ക ഉമ്മത്തുൻ, ഖുർആൻ സൂറത്ത് ബഖറയിലൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു വാചക, തിൽക്ക ഉമ്മത്തുൻ, അത് മുമ്പ് കഴിഞ്ഞു പോയ ഒരു ജനതയാണ്. എന്ന് അല്ലാഹു പറയണെന്തറിയോ, വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവര് പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കൂല. അവര് കുത്തുബിയത്ത് നടത്തിയോ, അവര് നബിദിനം നടത്തിയോ, അവര് മൊയ്തീൻ ശൈഖിനെ വിളിച്ചോ, അവര് മമ്പ്രം തങ്ങളെ വിളിച്ചോ എന്നുള്ളത് നിങ്ങളോട് അല്ല ചോദിക്കൂല. അവര് ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് അല്ല നിങ്ങളോട് ചോദിക്കൂല. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, ആവർത്തിച്ചു ഖുർആൻ പറഞ്ഞ വാചക എന്ത്, അവര് പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കൂല. അപ്പൊ നമ്മൾ എന്ത് പറയണ്ട, എന്റെ ഉപ്പയും ഉമ്മയൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിലായിക്കോട്ടെ എന്ന് നമ്മൾ പറയേണ്ടതില്ല. ഇനി ചരിത്രത്തിലൊരു സംഭവം കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിനോട് ചേർത്ത് പറഞ്ഞു തരാം. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് അറിയോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ദൈവത്തെടുത്തേണ്. ഫിറൗനോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയണൊന്നും ശരിയല്ല, അല്ല മാത്രമാണ് ആരാധനക്കർഹൻ എന്നൊക്കെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ദൈവത്തെടുത്തിയപ്പോ ഫിറൗന്റെ മുണ്ടാട്ടം മുട്ടിപ്പോയി. അതായത് ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് മൂസാ നബി പറഞ്ഞു, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ലോകനാഥന്റെ റസൂലുകളാണ് ഞങ്ങൾ, ഞാനും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം, ഞങ്ങൾ രണ്ടുപേര് അല്ല തെരഞ്ഞെടുത്ത പ്രവാചകന്മാരാണ് ഞങ്ങൾ. ഞങ്ങളെ അല്ലയാണ് അയച്ചത് ഫിറൗനെ നിന്റെ അടുത്തേക്ക് അല്ലാഹു ആണ് ഞങ്ങളെ തെരഞ്ഞെടുത്തയച്ചത്. അപ്പൊ ഫിറൗൻ ഒരു ചോദ്യമാണ്. എന്താ ഫിറൗന്റെ ചോദ്യം എന്നറിയോ, വമാ റബ്ബുൽ ആലമീൻ, നിങ്ങൾ ഈ പറയുന്ന റബ്ബാരാ, നിങ്ങൾ ഈ പറയുന്ന പരിപാലകൻ ആരാണ് എന്നാണ് ചോദ്യം. അതിന് മൂസാ നബിയുടെ മറുപടി എന്താ അറിയോ, റബ്ബുസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ, റബ്ബുസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ, ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിക്കുകയും അതിനിടയിലുള്ളതിനെയൊക്കെ സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ് എന്റെ റബ്ബ്. 7 ആകാശവും 7 ഭൂമിയും അതിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവനാണ് എന്റെ റബ്ബ്. അത് കേട്ടപ്പോ ശരിക്കും ഫിറൗൻ വലിയൊരു സദസ്സിൽ വെച്ചാച്ച് ചോദിക്കണത്. ആ വലിയ സദസ്സ് നിശ്ചലമായി. കാരണം എന്താ, ഒരു പഞ്ചായത്തിന്റെ ദൈവത്തെക്കുറിച്ചല്ല, ഒരു ഗ്രാമത്തിന്റെ ദൈവത്തെക്കുറിച്ചല്ല, ഒരു ഗോത്രത്തിന്റെ ദൈവത്തെക്കുറിച്ചല്ല, ഒരു നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ല പറയുന്നത്, ഒരു ഖബറിൽ മരമാടപ്പെട്ട മഹാനാണ് എന്റെ പടച്ചോൻ എന്നല്ല പറയുന്നത്. 7 ആകാശവും 7 ഭൂമിയും അതിനിടയിലുള്ള മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ച പടച്ചോനെ വിളിക്കാനാണ് ഞാൻ പറയുന്നത്. ഇനി ഞങ്ങളോട് ചോദിക്കുക, ഈ മൂസാ നബി നടത്തിയ അതേ ദൈവത്തല്ലേ ഞങ്ങൾ നടത്തുന്നത്, സെൽഫികളായ ഞങ്ങൾ നടത്തുന്നത്? വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ നിങ്ങളോട് പറയുന്നത് എന്താണ്, 7 ആകാശവും 7 ഭൂമിയും സൃഷ്ടിച്ച പടച്ചോനെ ആരാധിക്കണം. അത് മൂസാ നബി പറഞ്ഞ വാചകമാണ്. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ഫിറൗന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞാണ്, 7 ആകാശവും 7 ഭൂമിയും അതിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവനാണ് ഞാൻ പറയുന്ന റബ്ബ്. എന്നിട്ടൊരു വാചകവും കൂടി മൂസാ നബി പറയുന്നുണ്ട്, എന്റെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും റബ്ബ് അവനാണ്, കഴിഞ്ഞ തലമുറയുടെ റബ്ബും അവനാണ്, അതുപോലെ ഈ തലമുറയുടെ റബ്ബും അവനാണ്. ഇനി ഞാൻ പറയുന്നത്, ഈ വെളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഉസ്താദുമാരും നമ്മളെ മൗലൈമാരും നമ്മുടെ പണ്ഡിതന്മാരും നമ്മളെ നാട്ടുകാരും ഒക്കെ ഉയർന്ന് ചിന്തിക്കേണ്ട ഒരു ചോദ്യം എന്തറിയോ, മൂസാ നബിയുടെ അലൈഹിസ്സലാമിന്റെ അവതരണത്തിന്റെ മുമ്പിൽ ഫിറൗൻ മുട്ടുമടക്കി. ഫിറൗന് പിന്നെ മിണ്ടാട്ടല്ല. അപ്പൊ ജനങ്ങളൊക്കെ മൂസാ അലൈഹിസ്സലാമിന്റെ പ്രസംഗത്തിൽ ലയിച്ചു നിൽക്കുകയാണ്. ഇത് തിരക്കേടില്ലല്ലോ, ഇത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫിറൗന്റെ മനസ്സിൽ എന്ത് തോന്നിയെന്നറിയോ, നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഖുർആനാ പറയുന്നത്, മൂസാ നബിയുടെ പ്രസംഗന്റെ അനുയായികൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഇനി പ്രശ്നം ഉണ്ടാക്കിയിട്ട് കൂക്കി വിളിച്ച് തല്ലുണ്ടാക്കിയിട്ട് പിരിച്ചുവിടണം, അതിനെന്തുണ്ട് വഴി എന്നാണ് ഫിറൗൻ ചിന്തിക്കുന്നത്. ആ ഫിറൗനിന്റെ ചിന്ത ഇന്ന് അറിയാതെ മുസ്ലിമീങ്ങൾക്കുള്ളത്. എന്താ ഫിറൗൻ ആരാ? അള്ളാഹു മുക്കി നശിപ്പിച്ച് സത്യനിഷേധിയായി മരിച്ച ആളാ. ആ ഫിറൗനിന്റെ ശൈലി എങ്ങനെ മുസ്ലിങ്ങൾക്ക് കിട്ടി? എന്താ ഫിറൗനിന്റെ ശൈലി? ഞാൻ ഖുറാനിൽ നിന്ന്, ഞാൻ എന്റെ വകയായി ഒന്നും പറയില്ല, ഖുറാനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 50-ാമത്തെ വചനവും 51-ാമത്തെ വചനവും നിങ്ങൾ ശരിക്കും മനസ്സിരുത്തി. എന്താ ഫിറൗന്റെ തന്ത്രം? ആ തന്ത്രം ഇന്ന് കേരളത്തിൽ മുസ്ലിമീങ്ങളിലെ ചില പണ്ഡിതന്മാരാണ് പയറ്റുന്നത്. ഫിറൗൻ പയറ്റിയ തന്ത്രം, മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിറൗൻ പയറ്റിയ തന്ത്രം, ആ തന്ത്രം മുസ്ലിമീങ്ങൾ എടുത്തപ്പോ എന്തുണ്ടായി? അറിയാതെ ഫിറൗന്റെ മില്ലത്തിലായി പോയി നമ്മള്. അതെന്താ കേട്ടോളി. ഫിറൗനിന്റെ ഒരു ചോദ്യം എന്താ അറിയങ്ങള്, കാല ഫമാ ബാലിൽ ഖുറൂനില്ലൂല. മൂസാ, നീ റബ്ബിനെ പരിചയപ്പെടുത്തിയല്ലോ, ആകാശഭൂമികളുടെ നാഥനാണ് ഞാൻ പറയുന്ന റബ്ബെന്നും മാത്രവുമല്ല ഓരോ വസ്തുവും
അതിന് മൂസാ നബി പറയാണ്, അപ്പോൾ മുൻ തലമുറകളുടെ അവസ്ഥ എന്താണെന്നാണ് ചോദ്യം. ഞങ്ങളുടെ പിതാക്കന്മാരുടെയും ബാക്കിയുള്ളവരുടെയും ആകാശഭൂമികളുടെയും ഒക്കെ നാഥനാണ് എന്റെ നാഥൻ എന്ന് ഫിറൗനിന്റെ മുമ്പിൽ മൂസാ അലൈഹിസ്സലാം പറഞ്ഞപ്പോ ജനങ്ങൾ അത് സ്വീകരിക്കുന്നു എന്ന് കണ്ടപ്പോ ഫിറൗന് പെട്ടെന്നൊരു തന്ത്രം പറ്റി. ആ തന്ത്രം എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിമുകളുടെ പണ്ഡിതന്മാർ അതുപോലെ ചെയ്യുന്നു? അവരുടെ കയ്യിൽ ഹക്കില്ലാത്തത് കൊണ്ടാണ്. ഫിറൗന്റെ കയ്യിൽ ഹക്കില്ല, അതുകൊണ്ട് ഫിറൗൻ വികാരം ഉണ്ടാക്കുക ചെയ്ത് സദസ്സിനെ ഇളക്കി വിടുക. അതെന്തായിരുന്നു? കേട്ടോളി, അത് നമുക്കിടയിൽ ഉണ്ടെന്ന് കേട്ടോളിട്ടാ. എന്താണ്? കാല ഫമാ ബാലിൽ ഖുറൂനില്ലൂല. ആഹാ, മൂസാജി പറയണ തൗഹീദാണ് തൗഹീദെങ്കിൽ മൂസ, എനിക്ക് നിന്നോടൊരു ചോദ്യം. അങ്ങനെയാണ് ഞങ്ങളെ വാപ്പാര സ്ഥിതി എന്താ? ഒലക്ക നരകത്തില? ഫിറൗന്റെ ചോദ്യം അത്. മൂസ, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തലമുറ ഈ പറഞ്ഞ അല്ലല്ലോ വിശ്വസിച്ചത്? ഓലക്ക അമ്പിയാക്കളെ ഔലിയാക്കളൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചവരാണല്ലോ. ഒലക്ക കാഫിറ എന്നാ പറയുന്നത്, ഒലക്ക നരകത്തിലാന്നാ ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് സദസ്സിലേക്ക് ഒരു നോട്ടാ ഫിറൗന്. അങ്ങനെ നോക്കണ മൊയ്ലിയന്മാരില്ലേ നമ്മളെ കാലത്ത്? സത്യനിയമങ്ങൾ ചിന്തിച്ചോക്കില്ലേ? ഉണ്ട്. എന്താ, ഞങ്ങളുടെ പൂർവികന്മാരൊക്കെ മൊയ്തീശയിനെ വിളിച്ചവരാണ്, മമ്പറന്നങ്ങളെ വിളിച്ചവരാണ്, ഓലൊക്കെ കാഫിറാണോ എന്നൊറ്റ ചോദ്യം. സ്വന്തം ബാപ്പ കാഫിറാന്ന് കേട്ട പിന്നെ ചൂടാണ്ട് അയാളെ മകന് മൊയ്തീക്കാന്ന് പറഞ്ഞിട്ട് ഒരാൾ മരിച്ചു, അയാളെ മോൻ സദസ്സിലുണ്ട്, ഓക്കെ കാഫിറായിരുന്നു എന്ന് പ്രാസംഗികം പറഞ്ഞാൽ പിന്നെ മൊയ്ലിയാര് പറഞ്ഞിട്ട് ചൂടാവൂലേ ജനങ്ങൾക്ക്? അപ്പൊ തല്ലുണ്ടാവും. ആ തല്ലുണ്ടാവും, എന്തുണ്ടാവും? പ്രസംഗം അവസാനിക്കും. അപ്പൊ ജനങ്ങൾക്ക് ഹിദായത്ത് കിട്ടാതായി പോകും. ഈ തന്ത്രം ലോകത്ത് പയറ്റിയത് അമ്പിയാക്കളല്ല. അമ്പിയാക്കളെ മില്ലത്ത് പിൻപറ്റുന്ന ഈ ചോദ്യം ചോദിക്കാനേ പാടില്ല. അമ്പിയാക്കളെ എതിരാളി ഫിറൗന്റെ ചോദ്യമാണ് എന്ത്? ഫമാ ബാലിൽ ഖുറൂനില്ലൂല. പൂർവികന്മാരുടെ സ്ഥിതി എന്താ മൂസ? അങ്ങനെയാണ് ഞങ്ങളെ മാമന്മാരൊക്കെ കാഫിറാന്നാ ഈ പറയുന്നത്, ഓലൊക്കെ നരകത്തിലാന്നാ ഈ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇത് വെറുതെ പറയുന്നല്ല. ആദിക്കാട്ട് കുളങ്ങര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കായംകുളത്തിനടുത്ത് പത്തനംതിട്ടയിലേക്ക് പോകുന്ന റൂട്ടിൽ ആദിക്കാട്ട് കുളങ്ങര. അവിടെ 4 ദർഗ ഉണ്ട്. ആ ദർഗന്റെ മധ്യഭാഗത്ത് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവസരം കിട്ടി. കാരണം ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഖാഫി, എന്ത് വെറുതെ പറയും, നിങ്ങൾ പരിശോധിച്ചോ, ഒരു സഖാഫി 500 ആളെ ഏറ്റ് സ്റ്റേജിലേക്ക് ഇങ്ങനെ വരികയാണ്. എന്താ അയാൾ വരുന്നത്? ഒരു ചോദ്യം അയാൾക്ക് ചോദിക്കണം. എന്താ അയാളെ ചോദ്യം എന്നറിയങ്ങള്? ഇപ്പൊ ഭയങ്കര പുകിലുണ്ടാക്കി വന്നവ പറഞ്ഞു എനിക്ക് ചോദ്യം ചോദിക്കണം. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? അതിനെന്തിനാ 500 ആള്? നിങ്ങൾക്കല്ലേ ചോദിക്കണ്ട്? ആണ് ഇങ്ങോട്ട് വരികയായിരുന്നു. ഒരു സ്റ്റേജിൽ കയറ്റിയിരുത്തി മൂപ്പരെ മൈക്കിന്റെ അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞ് ചോദിച്ചോളിയാണ്. മൂപ്പരെ ചോദ്യം എന്താ? മൂപ്പര് ചോദ്യം, ആദിക്കാട്ട് കുളങ്ങരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ ഹദ്ദാദ്, റാത്തീബ്, മൗലൂദ് ഒക്കെ കഴിച്ചവരാണ്, അവർ കാഫറുകളാണോ എന്ന് ചോദ്യം. അപ്പൊ ഞാൻ വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഈ ഭാഗം വായിച്ചിട്ട് പറഞ്ഞു, ഈ ചോദ്യം ആദ്യമായിട്ട് ചോദിച്ചത് ഫിറൗനാണ്. നിങ്ങൾ എങ്ങനെ ആ ചോദ്യം ചോദിക്കാൻ പഠിച്ച്? ഫിറൗനാണ് ഈ ചോദ്യം ആദ്യമായിട്ട് ചോദിച്ചേ. അതിന് ഫിറൗനിനോട് മൂസാ നബി നൽകുന്ന മറുപടിയാണ് നമുക്ക് നൽകാനുള്ളത്. അപ്പൊ നമ്മളോട് ചോദിക്കല്ലേ, ഞങ്ങളെ കാരണവന്മാര്, ഞങ്ങളെ വല്യാപ്പന്മാര്, മാമന്മാര്, ഓലൊക്കെ നാട്ടിലെ വലിയ കാരണവന്മാരായിരുന്നു, ഓലൊക്കെ അത് കഴിച്ച ആളുകളാണ്, ഇതൊക്കെ ശിർക്കാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി എന്നറിയോ? ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യദില്ലു റബ്ബി വലാ യൻസാ. മൂസാ നബിയുടെ മറുപടി എന്നറിയോ? ഒരു കാഫിറാണെന്നോ, ഒരു മുശ്രിക്കാണെന്നോ, ഒരു നരകത്തിലാണെന്നോ, ഒരു പിഴച്ചോരാണെന്നോ, ഒരു കൊള്ളരുതാത്തവരാണെന്നോ ഒന്നല്ല പറയുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി എന്നറിയോ? അവരെ സംബന്ധിച്ചുള്ള അറിവ് എന്റെ രക്ഷിതാവിന്റെ ഒരു കിതാബിലുണ്ട്. ഒരു മാന്യമായ മറുപടി. അവരൊക്കെ ആരാണ്? നമുക്കറിഞ്ഞുകൂടാ. അള്ളാഹു അവരെ പറ്റി എന്താ സ്വീകരിച്ചത് നമുക്കറിഞ്ഞുകൂടാ. നേരത്തെ 2 മയ്യത്ത് കൊണ്ടുവച്ച് ഖവാരിജികൾ ചോദിച്ചില്ലേ? ആ ചോദിച്ചിന് പിന്നെ അബു ഹനീഫത്തുൽ കൂഫി നൊമാൻ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ, അബ്ദുൽ ജബ്ബാർ മലയുടെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടല്ലോ. ഇവിടെ മറുപടി എന്താ? കാല ഇൽമുഹാ, അവരെ കുറിച്ച് ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യദില്ലു റബ്ബി വലാ യൻസാ. മൂസാ നബിയുടെ മറുപടി എന്താ അറിയോ? അവരെ കുറിച്ച് എന്റെ രക്ഷിതാവിങ്കൽ ഒരു രേഖയിലുണ്ട്. എന്റെ രക്ഷിതാവിന് പിഴച്ചു പോവുകയോ മറന്നു പോവുകയോ ഇല്ല. എന്റെ രക്ഷിതാവിന് പിഴച്ചു പോവുകയോ മറന്നു പോവുകയോ ചെയ്യുകയില്ല. അതാണ് നമുക്കുള്ള മറുപടി. നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ മരിച്ചോലെ വിശ്വാസം എന്തായിരുന്നു, കർമ്മം എന്തായിരുന്നു, ആചാരം എന്തായിരുന്നു നോക്കിയിട്ട് അതെന്നെ അനുധാവനം ചെയ്യും എന്ന് വാശി പിടിക്കുന്നവരോട് ഞാൻ പറയുന്നത്, വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അവര് പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കൂല. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. സൂറത്ത് നജ്മ് 53-ാം അധ്യായം 38-39 വചനമാണ്. ആ വചനത്തിൽ അല്ലാഹു പറയുന്നത് എന്താ? ഓരോരുത്തരും ചെയ്ത പാപഭാരം ഓരോരുത്തരും വഹിക്കേണ്ടി വരും. മനസ്സിലായി? ഓരോരുത്തരും ചെയ്ത പാപഭാരം ഓരോരുത്തരും വഹിക്കേണ്ടി വരും. ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ ചുമക്കില്ല. ഓരോരുത്തരും പ്രവർത്തിച്ചതെന്താണോ അതേ അവൻ ഉണ്ടാകുള്ളൂ.